ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു മുസ്ലിം സ്ത്രീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അവകാശങ്ങളും ആദരവുകളും ദീനുൽ ഇസ്ലാമിൽ നൽകിയിട്ടുണ്ട്. ഉന്നത നിലവാരമുള്ള മര്യാദകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ അവളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായതും സമാധാനമായതുമായ ജീവിതം അവൾക്ക് നയിക്കാൻ സഹായകമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹൃദയങ്ങളിൽ ദേഹേച്ഛകളുടെ കരകൾ പുരണ്ടുപോകാത്ത, അന്ധത ബാധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം റബ്ബു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർന്നു നൽകിയ സ്ത്രീകൾക്കുള്ള ഇത്തരം മര്യാദകൾ അതെല്ലാം തന്നെ അവരുടെ സുരക്ഷ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വീട്ടിലും അവളുടെ സാമൂഹിക ജീവിതത്തിലും പാലിക്കേണ്ട ഒരുപാട് പ്രധാനപ്പെട്ട നിയമങ്ങൾ നമുക്ക് പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ സ്ത്രീകൾ പാലിക്കേണ്ടതായ അവളുടെ മര്യാദകളെക്കുറിച്ചാണ് സഹോദരങ്ങളെ നിങ്ങളെ കേൾപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ കേവലം സ്ത്രീകൾ മാത്രമല്ല സ്ത്രീകളുടെ മര്യാദകളെക്കുറിച്ച്, അവരുടെ ബാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത്. മറിച്ച് ആ സ്ത്രീകളുള്ള വീട്ടിൽ നിന്ന് വരുന്ന ഓരോ പുരുഷന്മാരും ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയും വേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വ അഹ്ലീകും നാറ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ സ്വശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്നും സൂക്ഷിക്കണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, നരകം വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിൻ്റെ ഇന്ധനമെന്ന് പറയുന്നത് അത് കല്ലുകളാണ്, ജനങ്ങളാണ്. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, ആ നരകത്തിൽ നിന്നും നിങ്ങളെ പുറത്തു കടക്കാൻ സമ്മതിക്കാത്തതായ പരുക്ക സ്വഭാവമുള്ള മലക്കുകളുണ്ട് അതിന്റെ സംരക്ഷകരായിട്ട്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഘട്ടത്തിലും ധിക്കരിക്കാത്ത, അവന്റെ കൽപ്പനകൾ മാത്രം ചെയ്യുന്ന അത്തരത്തിലുള്ള മലക്കുകൾ ആ നരകത്തിന്റെ സംരക്ഷകരായിട്ടുണ്ട്. നിങ്ങൾക്കൊരിക്കലും ആ നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ നരകത്തെ പേടിച്ചുകൊണ്ട് നിങ്ങൾ സ്വശരീരത്തെ എപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ പാലിക്കുന്നതിൽ നിന്നും സൂക്ഷിക്കുന്നുവോ അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബങ്ങളുടെ കാര്യത്തെയും നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുല്ലുക്കും റാഇൻ വ മസ്ഊലുൻ അൻ റഈയതി, നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്. നിങ്ങളുടെ കീഴിലുള്ള പ്രജകളെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അൽ ഇമാമു റാഇൻ വ മസ്ഊലുൻ അൻ റഈയതി, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഉത്തരവാദിത്തപ്പെട്ടവനാണ്. ആ പ്രജകളെ കുറിച്ച് അവനോട് ചോദിക്കപ്പെടുന്നതാണ്. വറജുലു റാഇൻ ഫി അഹ്ലിഹി വമസ്ഊലുൻ അൻ റഈയതി, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുടുംബത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവൻ അവനാണ്. വമസ്ഊലുൻ അൻ റഈയതി, അവന്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, പലരും വിസ്മരിക്കുന്ന കാര്യമാണ്. ഇസ്ലാമിക രാജ്യങ്ങളെ നോക്കി അവിടെയുള്ള ഭരണാധികാരികളെ വിമർശിക്കുന്ന പലർക്കും തങ്ങളുടെ വീടുകളിലെ ഭരണാധികാരികളാണ് താനൊന്നും, ആ വീടുകളിൽ നടക്കുന്ന ഹറാമുകൾക്ക്, ആ വീടുകളിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾക്ക് ഞാനും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന കാര്യത്തെ പലരും വിസ്മരിക്കാറുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. നമ്മുടെ വീടുകളിലുള്ള സ്ത്രീകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ, അവരുടെ മര്യാദകളിൽ കുറവ് വരുത്തുന്നുണ്ടെങ്കിൽ, ആ വീടുകളിലുള്ള പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. മക്കളെ കുറിച്ച്, പെൺമക്കളെ കുറിച്ച് ഉപ്പമാരും ഭാര്യമാരെ കുറിച്ച് ഭർത്താക്കന്മാരും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഈ ഉമ്മത്തിൽ ഏറ്റവും കുലീനരായ, പരിശുദ്ധ ഹൃദയത്തിനുടമകളായ, ഏറ്റവും നല്ല സ്വഭാവമുള്ള നമ്മുടെ ഉമ്മമാർക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ സൂറത്തുൽ അഹ്സാബിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുകയാണ്, യാ നിസാ അൻ-നബി, അല്ലയോ പ്രവാചക പത്നിമാരെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ തഖൈതുൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്ന തഖ്വയുള്ളവരാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല, ഉന്നത സ്ഥാനങ്ങൾ കൈവരിക്കുന്ന ആളുകൾ തന്നെയാണ് നിങ്ങൾ. അതുകൊണ്ട് ഫലാ തഖ്ലഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ്, അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത്, പുരുഷന്മാരോട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അനുനയ നയത്തിലുള്ള വളരെ മൃദുലമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. കാരണം ഹൃദയത്തിൽ രോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ദേഹേച്ഛകൾ കൊണ്ട് പിടിപെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് രോഗമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് വഖുൽന ഖൗലൻ മഅറൂഫ, നേർക്ക് നേരെയുള്ള വാക്കുകൾ പറയണം,
സ്ത്രീകൾ ആ രൂപത്തിൽ ആ കൊഞ്ചിയും കുഴഞ്ഞുമുള്ള സംസാരം അന്യപുരുഷന്മാരോട് നടത്താൻ പാടില്ല. വഖുൽന ഖൗലൻ മഅറൂഫ, പുരുഷന്മാരോട് സംസാരിക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടെങ്കിൽ നേർക്ക് നേരെയുള്ള സംസാരം അവർ സംസാരിക്കണം. വഖർന ഫീ ബുയൂതികുൻ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി കഴിയേണ്ടവരാണ്. അതാണ് ഒരു സ്ത്രീയുടെ അടിസ്ഥാനം. അവൾ അങ്ങാടികൾ നടക്കേണ്ട ആളുകളല്ല. അങ്ങാടികളിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുക എന്നുള്ളത് സഹോദരങ്ങളെ, അത് സ്ത്രീകൾക്ക് യോജിച്ച കാര്യമല്ല. വഖർന ഫീ ബുയൂതികുൻ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയിരിക്കുക. വലാ തബറജുന തബറുജൽ ജാഹിലിയത്തിൽ ഊല, ആദ്യകാല ജാഹിലിയ സമൂഹത്തിൽ സ്ത്രീകൾ അങ്ങനെ ആയിരുന്നു. അങ്ങാടികളിലും മറ്റുമൊക്കെ ശരിയാം വിധം വസ്ത്രം ധരിക്കാതെ നഗ്നരായിക്കൊണ്ടും അർദ്ധനഗ്നരായിക്കൊണ്ടും അവർ അങ്ങാടികളിൽ അലഞ്ഞു തിരിഞ്ഞിരുന്നു. അതേപോലെ നിങ്ങളെ ആകാൻ പാടില്ല. നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, നിങ്ങൾ സകാത്ത് കൊടുക്കണം. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഏതേത് കൽപ്പനകളിലും നിങ്ങൾ അംഗീകരിക്കണം, നിങ്ങൾ അനുസരിക്കണം. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും അർരിജ്സ് അഹ്ലൽ ബൈത്ത്, അല്ലയോ പ്രവാചകന്റെ വീട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം നിയമങ്ങൾ നിശ്ചയിക്കുന്നതിന്റെ പിന്നിൽ നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ, നിങ്ങളിൽ വല്ല ഉപദ്രവം ഉണ്ടെങ്കിൽ അത് നീങ്ങിപ്പോകാൻ മാത്രമാണ്. വയുതഹിറക്കും തത്ഹീറ, നിങ്ങളെ ഹൃദയങ്ങളെ ശുദ്ധരാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മമാർക്ക്, ഈ ഉമ്മത്തിൽ ഏറ്റവും കുലീനരായ ഏറ്റവും പരിശുദ്ധ ഹൃദയങ്ങളുടെ ഉടമകളായ നമ്മുടെ ഉമ്മമാർക്ക് നൽകിയിട്ടുള്ള ഉപദേശമാണ്. സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കുക, ബാക്കിയുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സൂക്ഷ്മതയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് ഈ നിലക്ക് പെരുമാറണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെയുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? ദീനറിയാത്ത, സൂക്ഷ്മത കുറഞ്ഞിട്ടുള്ള, ശത്രുക്കളുടെ തന്ത്രങ്ങളെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത ഇന്നത്തെ മുസ്ലിം സ്ത്രീകൾ എത്രമാത്രം ആവശ്യക്കാരാണ് ഇത്തരം ഉപദേശങ്ങൾക്ക് എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ മുസ്ലിം സ്ത്രീകൾ വളരെ പ്രധാനമായും പാലിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കട്ടെ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഖുലുഖുൽ ഹയാ, അവർക്ക് ഹയാ ഉണ്ടായിരിക്കേണ്ടതുണ്ട്, ലജ്ജ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ലജ്ജ എന്ന് പറയുന്നത് ഒരു അമൂല്യമായ സ്വഭാവമാണ്. അതാണിനും പെണ്ണിനും ഒരുപോലെ ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ കൂടുതൽ ലജ്ജ കാണിക്കേണ്ടവളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ, ഒരാൾക്ക് ലജ്ജയുണ്ടെങ്കിൽ അത് നന്മയല്ലാതെ മറ്റൊന്നും കൊണ്ടുവരികയില്ല എന്നാണ്. ലജ്ജ ഒരാളിൽ കൂടിപ്പോയി എന്നുള്ളത് കൊണ്ട് യാതൊരു കുറവും ഉണ്ടാക്കുകയില്ല. കാരണം ലജ്ജ എന്ന് പറയുന്നത് എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. എല്ലാ തിന്മകളിൽ നിന്നും ഒരാൾക്ക് വിട്ടുനിൽക്കാൻ സാധിക്കുന്നതായ വളരെ മഹത്തരമായ ഒരു സ്വഭാവ ഗുണമാണ് ലജ്ജ എന്ന് പറയുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അൻസാരിയുടെ അരികിലേക്ക് കൂടി നടന്നു പോകുമ്പോൾ ആ വ്യക്തി ഹയാവുമായി ബന്ധപ്പെട്ട ചില ഉപദേശങ്ങൾ തന്റെ സഹോദരന് നൽകുകയാണ്. തന്റെ സഹോദരന് അല്പം ഹയാ കൂടുതലാണ്, ലജ്ജ കൂടുതലാണ് എന്ന രൂപത്തിൽ, ഇത്രയൊന്നും ലജ്ജയാകാൻ പാടില്ല എന്ന രൂപത്തിലൊക്കെയുള്ള ഉപദേശങ്ങൾ നൽകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകുന്നവനോട് പറഞ്ഞു, ദഅഹു, നീ അവനെ വിട്ടേക്കുക. ഫൈനൽ ഹയാ മിനൽ ഈമാൻ, ലജ്ജ എന്ന് പറയുന്നത് അത് ഈമാനിൽ പെട്ടതാണ്. ഒരാളുടെ വിശ്വാസത്തിന്റെ അടയാളമാണ്. അയാൾ ലജ്ജിക്കുന്നത് കാരണത്താൽ അയാൾ ഹറാമുകൾ ചെയ്യുകയില്ല. ആളുകളുടെ മുന്നിൽ ഒരു വൃത്തികേട് സംസാരിക്കാൻ, ഒരു വൃത്തികേട് പ്രവർത്തിക്കാൻ അവന് മടിയായിരിക്കും. അത് ഈമാനിന്റെ ഭാഗമാണെന്നുള്ളത് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ആ ലജ്ജ ഒരാളിൽ ഇല്ലാതായാൽ, ആ ലജ്ജ ഒരാളിൽ നിന്നും കുറഞ്ഞു പോയാൽ പിന്നെ എന്ത് തോന്നിവാസം ചെയ്യാനും യാതൊരു മടിയും ഉണ്ടാവുകയില്ല. ആരെന്നെ കണ്ടാൽ എന്ത് എന്ന ഭാവത്തിൽ എല്ലാവിധ ഹറാമുകൾക്കും കൊടിപിടിക്കുന്നവരായി അവരെ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മുസ്ലിം സ്ത്രീകളിൽ വലിയ ഒരു വിഭാഗത്തെ വിദ്യാർത്ഥിനികളെയും മറ്റുമൊക്കെ ഈ രൂപത്തിൽ ഇന്ന് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് ലജ്ജ പാടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പണ്ടുള്ള സ്ത്രീകൾ ദീനുള്ള ആളുകളെ കാണുമ്പോഴെങ്കിലും ആ രൂപത്തിലൊക്കെ ഒരൽപ്പം മര്യാദയിലും മറ്റുമൊക്കെ സംസാരത്തിലും വേഷവിധാനത്തിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതെങ്കിലും കാണാൻ സാധിക്കും. ഇന്നത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ചെറുപ്പക്കാരികളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും യാതൊരു വിഷയവുമല്ല. അവർക്ക് ലജ്ജ എടുത്തുപോയതുപോലെയാണ്. അതല്ല, അവരുടെ വല്യമ്മമാരും അതേപോലെ പ്രായമായ സ്ത്രീകളുമൊക്കെ ആണുങ്ങളുമായി ഇടകലരാത്തതും വീടുകളുടെ പുറകിലേക്ക് അധികം വരാത്തതുമൊക്കെ അവർക്ക് വിദ്യാഭ്യാസം കുറഞ്ഞു പോയതാണ്. അതല്ലെങ്കിൽ അവർക്ക് വലിയ സാമൂഹികമായി ഇടപെടാൻ അറിയാത്തത് കൊണ്ടാണെന്ന് ആരൊക്കെയോ അവരെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് വരേണ്ടവരാണ്, ആളുകളുമായി ഇടപെടേണ്ടവരാണ്. സമൂഹത്തിന്റെ എല്ലാ സ്ഥാനങ്ങളിലും കർത്തവ്യങ്ങളിലും നമുക്കും പങ്കുണ്ട് എന്ന തെറ്റിദ്ധാരണകളിൽ ലജ്ജയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലായിടങ്ങളിലും കയറി ഇടപെടുന്നതായി സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകൾക്ക് ഏറ്റവും ആദ്യം വേണ്ട അമൂല്യമായ ഗുണമെന്ന് പറയുന്നത് ലജ്ജയുണ്ടാകണം. ആളുകളുടെ മുന്നിൽ എന്തു പ്രവർത്തിക്കണം, എന്തു പറയണം, അത് വളരെ കൃത്യമായി മനസ്സിലാക്കി ലജ്ജയോടുകൂടി വർത്തിക്കാൻ അവർ ശ്രമിക്കേണ്ടതും. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അദമുൽ ഇഖ്തിലാത്തി വൽ ഖൽവതു ബിർരിജാൽ, അന്യ പുരുഷന്മാരുമായി ഒറ്റക്കാകുക,
അതല്ലെങ്കിൽ അവരുമായി ഇടകലർന്നിരിക്കുക എന്ന് പറയുന്നത് തീരെ പാടില്ലാത്ത കാര്യമാണ്. സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിന്റെ ഏതേത് നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവരുടെ പരിപൂർണ സംരക്ഷണത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. അല്ലാഹുവിൽ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഈ ഓരോ അതിർവരമ്പുകളും അത് അവർക്ക് തന്നെ ഉപകാരമുള്ളതായിരിക്കും. അവർക്ക് എല്ലാ രൂപത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ സാധിക്കുന്നതുമായ കാര്യങ്ങളായിരിക്കും എന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇയ്യാക്കും വദ്ദുഖൂല അലൻ നിസാ, നിങ്ങൾ സ്ത്രീകളുടെ ഇടയിലേക്ക് പ്രവേശിക്കുന്നത് ശ്രദ്ധിക്കണം. അന്യ സ്ത്രീകളുടെ ഇടയിലേക്ക് നിങ്ങൾ അങ്ങനെ പ്രവേശിച്ചുകൂടാ. ഫഖാല റജുലുൻ മിനൽ അൻസാർ യാ റസൂലല്ലാഹ് അഫറൈതൽ ഹം, അൻസാരികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഹമുവിന്റെ വിഷയത്തിൽ എന്താണ്? ഭാര്യയുടെ സഹോദരി അല്ലെങ്കിൽ ഭർത്താവിന്റെ സഹോദരൻ, ഇങ്ങനെയുള്ള ബന്ധങ്ങളെ കുറിച്ച്, അവരുമായി ഇടകലരുന്നതിനെ കുറിച്ചൊക്കെയുള്ള താങ്കളുടെ അഭിപ്രായം എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹം വൽ മൗത്ത്, അത് മരണത്തിന് തുല്യമാണെന്നാണ് പറഞ്ഞത്. ഭർത്താവിന്റെ അനിയനുമായി ഭാര്യ ഒരുമിച്ചാകുക, തനിച്ചാകുക, ഇത് മരണത്തിന് തുല്യമാണെന്നാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്താണ് നമ്മുടെ സമൂഹത്തിലെ അവസ്ഥ? എത്രയോ ആളുകൾക്ക് ഈ ഒരു കാര്യം കേട്ട് പരിചയം പോലുമില്ല. ആരെങ്കിലും ഒക്കെ പുതുതായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അത് വലിയ തീവ്രവാദമായിട്ടും വലിയ മതത്തിലുള്ള അതിരുകവിച്ചലുമായിട്ടും പലരും കാണുകയാണ്. പല ചെറുപ്പക്കാർക്കും അവർ ദീൻ മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങൾ വീട്ടുകാരോട് പറയുന്ന സമയത്ത് വലിയ ഗൗരവത്തിൽ അവർ അതിനെ കാണുകയാണ്. ഇതെന്തോ തീവ്ര നിലപാടായി കാണുകയാണ്. ഇതെന്തോ ഞങ്ങളെ മോശക്കാരാക്കി ചിത്രീകരിക്കുകയാണെന്നുള്ളത് വീടുകളിലുള്ള ജ്യേഷ്ഠന്മാർക്കും അനിയന്മാർക്കും ഒക്കെ തോന്നുകയാണ്. സഹോദരങ്ങളെ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ഇയ്യാക്കും വദ്ദുഖൂല അലൻ നിസാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ സ്ത്രീകളുടെ ഇടയിലേക്കും പ്രവേശിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ചോദ്യം പോലെ ചോദിക്കപ്പെട്ടതിന് ശേഷം പറഞ്ഞ കാര്യമാണ് അൽ ഹം വൽ മൗത്ത്, ഭർത്താവിന്റെ സഹോദരൻ മരണമാണ്, അങ്ങനെ കൂടിയിരിക്കാൻ പാടില്ല. ഭർത്താവിന്റെ സഹോദരനുമായ ഒരു സ്ത്രീ അത് ഒറ്റക്കാകാൻ പാടില്ല, അവർക്ക് യാത്ര ചെയ്യാൻ പാടില്ല. വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പക്ഷേ മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇത് കേട്ടുകളിയുമില്ല. ഇതിന്റെ വലിയൊരു പങ്ക് സഹോദരങ്ങളെ ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾക്കും ഇസ്ലാമിക ദഅവത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവുകയില്ല. പലരും ഈ കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. പലരും ഈ കാര്യം സഹോദരങ്ങളെ മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പറഞ്ഞു കൊടുക്കണ്ടേ? ദഅവത്തിനും മറ്റുമൊക്കെ നിൽക്കുന്ന പണ്ഡിതന്മാരും അതിനുവേണ്ടി മുന്നിൽ നിൽക്കുന്ന ആളുകളും പറഞ്ഞു കൊടുക്കണ്ടേ? പലരും ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല. എന്നു മാത്രമല്ല, ഇതൊക്കെ പറയുന്ന ആളുകളെല്ലാം തീവ്ര നിലപാടുകാരാണെന്നും ഇതൊന്നും ശരിയല്ല എന്നുള്ള രൂപത്തിലും സഹോദരങ്ങളെ അവർ സംസാരിക്കുന്നു എന്നുള്ളത് വലിയ ഖേദകരമായ അവസ്ഥയാണ്. നോക്കൂ സഹോദരങ്ങൾ, ഇതെല്ലാം കൃത്യമായി പഠിപ്പിക്കപ്പെട്ട സമൂഹങ്ങളിൽ, വിശിഷ്യ അറബ് സഹോദരങ്ങൾക്കിടയിൽ ഇതൊക്കെ അവർക്ക് എന്നോ പരിചയമുള്ള കാര്യമാണ്. കാരണം അവർ പഠിപ്പിക്കപ്പെട്ടവരാണ്. ഇത്തരം കാര്യങ്ങളിൽ തന്റെ സ്വന്തം വീടുകളിലാണെങ്കിൽ പോലും അടുക്കളയിലേക്കും മറ്റുമൊക്കെ അന്യ സ്ത്രീകളുള്ള സ്ഥലങ്ങളിലേക്ക് അവർ പ്രവേശിക്കാറില്ല. കാരണം അവർ പഠിപ്പിക്കപ്പെട്ടവരാണ്. എന്നാൽ ഈ നാടുകളിൽ സഹോദരങ്ങളെ വലിയ ഖേദകരമായ അവസ്ഥയാണ്. ഇതൊന്നും പഠിപ്പിക്കപ്പെടുന്നില്ല. ആരെങ്കിലും അതെല്ലാം പങ്കുവെക്കുകയാണെങ്കിൽ, ആരെങ്കിലും അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്തരം സ്ത്രീകൾ തീവ്ര നിലപാടുകാരാണ്, അത്തരം പുരുഷന്മാർ തീവ്ര നിലപാടുകളാണ് എന്ന് സഹോദരങ്ങളെ പറയുകയാണ്. മുസ്ലിം ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഇജ്മാ ഉള്ള വിഷയമാണ് സഹോദരങ്ങളെ, ഏകാഭിപ്രായമുള്ള വിഷയമാണ് ഇത്തരം കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക. ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസാണ് സഹോദരങ്ങളെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം സ്ത്രീ പുരുഷ സങ്കലനത്തിന്റെ അപകടത്തെ കുറിച്ച് പറയുന്നത് കാണാം. വലാ റൈബ അന്ന തംകീന നിസാഇ മിൻ ഇഖ്തിലാത്തിൻ ബിർരിജാൽ അസ്ലു കുല്ലി ബലിയത്തിൻ വശർ, യാതൊരു സംശയവുമില്ല ആണും പെണ്ണും കൂടി കലരുക എന്നുള്ളതാണ് എല്ലാ പ്രശ്നത്തിന്റെയും എല്ലാ മുസീബത്തിന്റെയും അടിസ്ഥാന കാരണം. വഹുവ മിൻ അഅളമി അസ്ബാബി നുസൂലിൽ ഉഖൂബാത്തിൽ ആമ്മ, പൊതുവായ വലിയ വലിയ അപകടങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് സ്ത്രീ പുരുഷ സങ്കലനമാണ്. വഖ്തിലാത്തു റജുലി ബിന്നിസാഇ സബബുൻ ലികസ്റത്തിൽ ഫവാഹിശി വസ്സിന, ആണും പെണ്ണും കൂടിക്കലരുക എന്നുള്ളതാണ് സഹോദരങ്ങൾ അദ്ദേഹം പറയുന്നത് എല്ലാ മ്ലേച്ഛതകൾക്കും വ്യഭിചാരങ്ങൾക്കും സമൂഹത്തിൽ വർദ്ധിക്കാനുള്ള കാരണം. വഹുവ മിൻ അസ്ബാബിൽ മൗത്തിൽ ആം, സമൂഹത്തിൽ കൂട്ട മരണങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഇതാണ്. വത്തവാഇനിൽ മുത്തസില, തുടർച്ചയായിട്ടുള്ള പകർച്ചവ്യാധികൾ സമൂഹത്തിൽ വരാനുള്ള കാരണം ഇത് തന്നെയാണ്. അദ്ദേഹം വെറുതെ പറഞ്ഞിട്ടുള്ളതല്ല. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ ളഹറ സിനാ ഫീ ഖറയത്തിൻ അസിന അല്ലാഹു ബിഹലാകിഹാ, ഒരു സമൂഹത്തിൽ വ്യഭിചാരം വർദ്ധിച്ചു കഴിഞ്ഞാൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നശിപ്പിക്കാൻ അനുമതി കൊടുക്കുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആണും പെണ്ണും കൂടി കലർന്നാൽ അതിന്റെ അപകടം സഹോദരങ്ങളെ നമുക്ക് അതറിയാവുന്ന കാര്യമാണ്. ബുദ്ധിയുള്ള ഏതൊരുത്തരും അറിയുന്ന കാര്യമാണ്. അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒറ്റക്കായി കഴിഞ്ഞാൽ, ഇടകലർന്നു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് ബുദ്ധിയുള്ള ആർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. വെറുതെ വലിയ ആധുനികത ചമഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ നിസ്സാരമാക്കി കാണുന്ന ആളുകൾ ഉണ്ടായേക്കാം. എന്താണ് പ്രശ്നം? ആണും പെണ്ണും കൂടി കലർന്നാൽ എന്തുണ്ടാകാനാണ്? നമ്മുടെ മനസ്സ് നന്നായാൽ പോലെ ഇത്തരത്തിലുള്ള വെറുതെ കണ്ണടച്ചുകൊണ്ടുള്ള സംസാരങ്ങളല്ലാതെ അവരുടെ കൽബിനെ, അവരുടെ ഹൃദയത്തെ കൃത്യമായി വഞ്ചിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. സഹോദരങ്ങൾ, ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, അങ്ങനെയെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ആണും പെണ്ണും കൂടി കലർന്നുകൊണ്ടല്ലേ? ഇവിടെയുള്ള കോളേജുകളും സ്കൂളുകളും എല്ലാം തന്നെ, ഓഫീസുകളും എല്ലാം തന്നെ ആണും പെണ്ണും കൂടി കലർന്നുകൊണ്ടുള്ളതല്ലേ? ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സഹോദരങ്ങളെ, വളരെ കൃത്യമായിട്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇത്തരം വിഷയങ്ങളിൽ വളരെ കൃത്യമായി സംസാരിച്ചിട്ടുണ്ട്. ആരും തന്നെ ഇത്തരം സ്ഥാപനങ്ങളിലോ ഇത്തരം മറ്റു ഘട്ടങ്ങളിലോ സ്ത്രീ പുരുഷ സങ്കലനം നിരുപാധികമായി അവർ അനുവദിച്ചിട്ടില്ല. മറിച്ച് വളരെ ഗൗരവത്തിൽ തന്നെ അതിനെ കണ്ടിട്ടുണ്ട്. മുൻഗാമികളായ ഈ നാട്ടിലുണ്ടായിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ തന്നെ അത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. നോക്കൂ, മഹാനായ KM മൗലവി റഹിമഹുല്ലാ, അദ്ദേഹം ഇവിടെയുള്ള സമസ്തക്കാരായ ആളുകൾ സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചപ്പോൾ വളരെ കൃത്യമായി സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പറ്റുന്നതാണ്. അദ്ദേഹം അതിന്റെ തെളിവുകളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു എഴുത്തെഴുതുകയുണ്ടായി. സ്ത്രീകൾക്ക് കയ്യെഴുത്ത് അത് അനുവദനീയമാണ്, സ്ത്രീകൾക്ക് സ്കൂളുകളിൽ പഠിക്കാം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാം, ഇത് പാടില്ല എന്ന് പറഞ്ഞ് സമൂഹത്തിൽ പ്രചരിപ്പിച്ചപ്പോൾ, ആ യാഥാസ്ഥികന്മാർ പറഞ്ഞപ്പോൾ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, അത് കുഴപ്പമില്ല, അവർക്ക് കയ്യെഴുത്ത് പഠിക്കാവുന്നതാണ്. അതിന്റെ തെളിവുകളെല്ലാം അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി. പക്ഷെ പിന്നീട് അദ്ദേഹം പറഞ്ഞ കാര്യം പലപ്പോഴും ഇന്നത്തെ നവോത്ഥാനത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ പോലും വിസ്മരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഖാലി സിബ്ഗത്തുള്ള പറഞ്ഞ പ്രകാരം മുസ്ലിം പെൺകുട്ടികൾക്കായിട്ട് വെവ്വേറെ പുരുഷന്മാരുടെ പാഠശാലയല്ലാതെ പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുക തന്നെ വേണം. അദ്ദേഹം പറയാൻ, ഇങ്ങനെ സ്ത്രീകൾക്ക് പഠിക്കണം, കയ്യെഴുത്ത് പഠിക്കാം, ഇതൊക്കെ ശരി തന്നെ. പക്ഷേ പുരുഷന്മാരുടെ കൂടെയല്ല, സ്ത്രീകൾക്ക് വേറെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇസ്ലാമിക അഖീദകളും ഇബാദത്തുകളും അദബുകളും കൂടി പഠിപ്പിക്കുകയും വേണം, അവയെ അവർക്ക് പരിശീലിപ്പിക്കുകയും കൂടി വേണം. ഈ കയ്യെഴുത്ത് പഠിക്കുമ്പോൾ കേവലം ഭൗതിക വിജ്ഞാനം മാത്രം സ്ത്രീകളെ പഠിപ്പിക്കുക എന്നുള്ളതല്ല. ആദ്യം പഠിപ്പിക്കേണ്ടത് ദീനുൽ ഇസ്ലാമിന്റെ അഖീദ പഠിപ്പിക്കണം, ഇബാദത്തുകളെ കുറിച്ച് പഠിപ്പിക്കണം, ഇസ്ലാമിക മര്യാദകളെ കുറിച്ച് പെൺകുട്ടികളെ പഠിപ്പിക്കണം, ഇതെല്ലാം പഠിപ്പിക്കണം. അദ്ദേഹം തുടരുന്നു, ഈ കടമയെക്കുറിച്ച് നാം ചിന്തിക്കാതെ യൂറോപ്യൻ പരിഷ്കാരത്തിൽ നാം ഭ്രമിച്ച് നമ്മുടെ പെൺകുട്ടികളെയോ ആൺകുട്ടികളെയോ ആ പാതാളത്തിലേക്ക് തള്ളിവിട്ടാൽ ഇന്ന് വിദ്യാഭ്യാസമില്ലാത്തതിന് നാം ദുഃഖിക്കുന്നതിനേക്കാൾ അധികമായി അടുത്ത ഭാവിയിലും നാം ദുഃഖിക്കേണ്ടി വന്നു പോകും. സഹോദരങ്ങൾ, എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എത്ര കൃത്യമായി അത് പുലർന്നിരിക്കുകയാണ്. നേരത്തെ മുസ്ലിം സ്ത്രീകൾക്ക് പഠിപ്പില്ല, എഴുതാൻ അറിയില്ല എന്ന കാര്യമാണ്. ഇന്ന് നവോത്ഥാനത്തിന്റെ ആളുകളായി പറയുന്നത് ഞങ്ങളാണ് സ്ത്രീകളെ കൊണ്ടുവന്നത്, ഞങ്ങളാണ് സ്ത്രീകളെ പഠിപ്പിച്ചത്, ഇവിടുത്തെ സമസ്തക്കാരും മറ്റുമൊക്കെ സ്ത്രീകളെ വീട്ടിലിരുത്തിയപ്പോൾ ഞങ്ങളാണ് പഠിപ്പിച്ചത് എന്നൊക്കെ വീമ്പ് പറയുമ്പോൾ KM മൗലവി റഹിമഹുല്ലാ പറഞ്ഞ ഈ പറയുന്ന ഉപദേശങ്ങളോട് അവർക്ക് എന്തു പറയാനുണ്ട്? ഇങ്ങനെ അന്യ പുരുഷന്മാർ കൂടെ പഠിപ്പിക്കാനാണോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അതിനു വേണ്ടിയിട്ടാണോ സ്ത്രീകളെ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്? അതല്ലെങ്കിൽ ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണോ സഹോദരങ്ങളെ അവർ പറഞ്ഞിട്ടുള്ളത്? ഈ പറയുന്ന പല ആളുകൾക്കും അത് പറയാൻ അതിന് സാധിക്കുകയില്ല. കാരണം പലരും അത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും അതെല്ലാം നിസ്സാരമാക്കി കാണുകയും ചെയ്യുകയാണ്. എത്രത്തോളം അറബി കോളേജുകളിൽ പോലും സഹോദരങ്ങളെ ആണും പെണ്ണും കൂടിയിരുന്നിട്ടല്ലേ ഇവിടെ പഠിപ്പിക്കുന്നത്? ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് അത്ര. ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ട് പഠിപ്പിക്കുകയാണ് ഇവിടെയുള്ള അറബി കോളേജുകളിൽ. എന്നിട്ടോ അത്തരം പുരുഷന്മാരെ പഠിപ്പിക്കാൻ ഒരുളുപ്പുമില്ലാതെ സാരിയും മറ്റും എടുത്തുകൊണ്ടുള്ള സ്ത്രീകൾ ഒന്ന് പഠിപ്പിക്കുകയാണ്. ദീനാണ് അത്ര പഠിപ്പിക്കുന്നത്. അറബി കോളേജിൽ ദീൻ പഠിപ്പിക്കുകയാണ് അത്ര. സഹോദരങ്ങളെ, എത്ര മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് ആളുകൾ എത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, അള്ളാഹു അവന്റെ ശരീഅത്ത് സ്വീകരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തോടും തുടർന്ന് നടക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. KM മൗലവി ഫത്വകൾ, യുവത പബ്ലിക്കേഷൻസ്, പേജ് 74. സഹോദരങ്ങൾ വായിച്ചു നോക്കുക. KM മൗലവി റഹിമഹുല്ലാ വളരെ കൃത്യമായി അദ്ദേഹം കാര്യങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പണ്ഡിതന്മാർ നിരുപാധികം അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് വളരെ കൃത്യമായി സ്ത്രീകൾക്ക് വെവ്വേറെ സ്ഥാപനങ്ങൾ ഉണ്ടാകാനും അതിനുവേണ്ടി മുസ്ലിം ഉമ്മത്ത് പരിശ്രമിക്കേണ്ടതുണ്ട്. അതല്ലാതെ ഇങ്ങനെ കണ്ടാണിന്റെയും പെണ്ണിനെയും ഒരുമിച്ച് പഠിപ്പിച്ചിട്ട് എന്റെ സ്ത്രീ അങ്ങനെ, എന്റെ പെൺകുട്ടി അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി എന്ന് പിന്നീട് വിലപിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. അങ്ങനെ വിലപിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. അതിനു വേണ്ട പ്രധാനപ്പെട്ട കാര്യം അത് ആദ്യമേ തന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫലാ യഖ്ലുവന്ന ബിംറഅത്തിൻ ലൈസ മഅഹാ ദു മഹ്റം, ഒരാണും പെണ്ണും ഒറ്റക്കാകാൻ പാടില്ല. ലൈസ മഅഹാ ദു മഹ്റമി മിൻഹാ,
മഹ്റമായ വിവാഹബന്ധം നിഷിദ്ധമായ ഒരാൾ ആ സ്ത്രീയോടൊപ്പം ഇല്ലാതെ, ഒരു സ്ത്രീ അന്യപുരുഷന്മാരോടൊപ്പം ഒറ്റക്കാകണമെങ്കിൽ അവളുടെ ഉപ്പയുണ്ടാകണം, അതല്ലെങ്കിൽ അവളുടെ സഹോദരൻ ഉണ്ടാകണം, അല്ലെങ്കിൽ അവളുടെ മകൻ ഉണ്ടാകണം. അവൾക്ക് വിവാഹബന്ധം നിഷിദ്ധമായ ആരെങ്കിലും കൂടെ ഉണ്ടാകണം. അതല്ലാതെ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അന്യപുരുഷന്മാരോടൊപ്പം ഒരുമിച്ചുണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്ന സാലിസഹുമ ശൈത്താൻ, കാരണം മൂന്നാമതായി അവിടെ പിശാചുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലരും ഇത് ഗൗനിക്കാറില്ല. അന്യപുരുഷന്മാരോടൊപ്പം യാത്ര ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്ന് ധരിക്കുന്ന ആളുകളാണ്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറയുന്നു, ഒരു ഡോക്ടറുടെ അടുക്കലേക്കാണ് നീ പോകുന്നതെങ്കിൽ മൂടി അടച്ചുകൊണ്ടുള്ള മുറിയാണ് അയാൾക്കുള്ളതെങ്കിൽ അവിടെ നീ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. അവിടെ നീ കൂടെ ആരെങ്കിലും കൂട്ടേണ്ടതുണ്ട്, മഹ്റമായ ഒരാളെ കൂട്ടേണ്ടതുണ്ട്. ഒരു കൈക്കുഞ്ഞിനെ കൂട്ടിയതുകൊണ്ട് കാര്യമില്ല, മറിച്ച് മഹ്റമായ ആളുകളെ കൂട്ടേണ്ടതുണ്ട്. ഇത് ദീനുൽ ഇസ്ലാമിന്റെ നിയമമാണ്. പലർക്കും ഇത്തരം കാര്യങ്ങൾ പറയാൻ മടിയാണ്. ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ നവോത്ഥാനക്കാരിൽ നിന്നും മാറ്റി നിർത്തി പിന്തിരിപ്പന്മാരായി മുദ്രകുത്തുമോ? ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇവിടെയുള്ള ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള പാർട്ടിക്കാരുടെയും ഒക്കെ കയ്യടി നമുക്ക് ഇല്ലാതായി പോകുമോ? അതല്ലെങ്കിൽ ഏതെങ്കിലും യുക്തിവാദികൾ നമ്മളെ ട്രോളിക്കളയുമോ എന്ന് പേടിച്ചുകൊണ്ട് പലരും ദീനുൽ ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള ബഹുമൂല്യമായ ഗുണങ്ങളെ കുറിച്ച് പറയാതെ ഇതൊക്കെ മൂടി വെക്കുന്നത് എന്നുള്ളത് സഹോദരങ്ങളെ, സമൂഹം കൂടുതൽ ഇത്തരം കാര്യങ്ങളിലേക്ക്, അപകടങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് വലിയ ഖേദകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് അത് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അദമു മുസാഫഹത്തു റജുലിൽ അജ്നബി, ഒരു അന്യ പുരുഷനെ ഒരിക്കലും സ്ത്രീ ഹസ്തദാനം ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലാ ഉസാഫിഹു നിസാ, ഞാൻ സ്ത്രീകളെ ഹസ്തദാനം ചെയ്യുകയില്ല, അന്യ സ്ത്രീകളെ ഞാൻ ഹസ്തദാനം ചെയ്യുകയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മാ മസ്സത് യദു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദു ഇംറഅത്തിൻ ഖത്തു, റസൂലുള്ളാഹിന്റെ കൈ ഒരിക്കൽ പോലും ഒരു അന്യ സ്ത്രീയുടെ കൈയെ സ്പർശിച്ചിട്ടില്ല. ഗൈറ അന്നഹു ബായഅഹുന്ന ബിൽ കലാം, അവിടുന്ന് ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് പോലും സംസാരത്തിൽ മാത്രമേ ബൈഅത്ത് ചെയ്യാറുള്ളൂ. എന്നാൽ മറ്റു പുരുഷന്മാരാണ് വരുന്നതെങ്കിൽ കൈ പിടിച്ചുകൊണ്ടാണ് ബൈഅത്ത് ചെയ്യുന്നത്. ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയത്ത് മുസ്ലിം ഭരണാധികാരികൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബൈഅത്ത് എന്ന് പറയുന്നത്. ആ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയുടെ കൈ പിടിച്ചിട്ടില്ല, ഒരു അന്യ സ്ത്രീയുടെ കൈ പിടിച്ചിട്ടില്ല. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? കല്യാണ വീടുകളിലും മറ്റും കസിൻസ് ആണ്, മറ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രൂപത്തിൽ അന്യ പുരുഷന്മാരുടെ കൈകൾ പിടിക്കുകയാണ്. അതൊന്നും യാതൊരു കുഴപ്പമുള്ളതായി കാണുന്നില്ല. കോളേജുകളിലും ക്യാമ്പസുകളിലും അന്യ പുരുഷന്മാരുടെ കൈകൾ സ്പർശിക്കുന്നതിനോ കൂടെ ഇരിക്കുന്നതിനോ യാതൊരു കുഴപ്പവും കാണുന്നില്ല. ഇതെല്ലാം സർവ്വ സാധാരണമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സ്ത്രീകൾ പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, അവർ അന്യ പുരുഷന്മാരെ സ്പർശിക്കുന്ന, ഒരുമിച്ചിരിക്കുന്ന അവസ്ഥകളൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. നാലാമത്തെ കാര്യം, അദമുസ്സഫരി മസാഫത ഖസ്റിൻ ഇല്ലാ ദൈ മഹ്റമിൻ മഅഹ, ഒരു ഖസ്റാക്കാൻ പറ്റുന്ന യാത്രയുടെ പരിധി അവർ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അവിടെ മഹ്റമായ ഒരാളില്ലാതെ അവർക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. മഹ്റമായ ഒരാളില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസാഫിറുൽ മർഅതു ഇല്ലാ മഅദി മഹ്റം, മഹ്റമില്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യാൻ പാടില്ല. ഫഖാമ റജുലും, അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എഴുന്നേറ്റ് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഇംറഅതി ഖറജത് ഹാജ്ജ, എന്റെ ഭാര്യ ഇത്തവണ ഹജ്ജിന് പുറപ്പെടുന്നുണ്ട്, ഞാൻ പോകുന്നില്ല. എന്റെ ഭാര്യ ഹജ്ജിന് പുറപ്പെടുന്നുണ്ട്, പേര് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാനാകട്ടെ ഇന്ന യുദ്ധത്തിലൊക്കെ പേര് കൊടുത്ത ആളാണ്, അതുകൊണ്ട് എനിക്ക് ഹജ്ജിനൊപ്പം പോകാൻ സാധിക്കുകയില്ല. ഒരു വ്യക്തി ചോദിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ ഭാര്യയോടൊപ്പം പുറപ്പെട്ടു പോകുക, നീ അവളോടൊപ്പം ഹജ്ജ് ചെയ്യുക. യുദ്ധത്തിന് പേര് കൊടുത്താലും ശരി, നീ അങ്ങനെ ചെയ്യരുത്, നിന്റെ ഭാര്യ ഒറ്റക്ക് വിടരുത്, ഒപ്പം വിടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഹജ്ജിനാകട്ടെ ഉംറക്കാകട്ടെ മഹ്റമില്ലാതെ ഒരു സ്ത്രീക്കും അത് നിർബന്ധ ബാധ്യതയാകുന്നില്ല. സ്ത്രീകൾ മനസ്സിലാക്കി, നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ട്, നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് കൂടെ വരാൻ ഒരു മഹ്റമില്ലെങ്കിൽ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചോദിക്കുകയില്ല, എന്തുകൊണ്ട് സമ്പത്തുണ്ടായി, എന്തുകൊണ്ട് ആരോഗ്യമുണ്ടായി, ഹജ്ജ് ചെയ്തിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ ചോദ്യമില്ല. കാരണം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കൂടെ വരാൻ ഒരു മഹ്റം ഉണ്ടെങ്കിലേ അവൾക്ക് ഹജ്ജ് ബാധ്യതയാകത്തുള്ളൂ. അതുകൊണ്ട് പുരുഷന്മാരെ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ കച്ചവടവുമായി, നിങ്ങൾ നിങ്ങളുടെ മറ്റു കാര്യവുമായി ഇവിടെ കഴിഞ്ഞുകൂടുകയും സ്ത്രീകളെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിന്റെ കൂടെ ഹജ്ജിനും ഉംറക്കും വിടുക എന്നുള്ളതല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത്. നിങ്ങളും കൂടെ പോകുക. നിങ്ങൾ നേരത്തെ ചെയ്തവരാണെങ്കിലും ശരി, നിങ്ങൾ വീണ്ടും ഒരു ഹജ്ജ് ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ പോകുന്നത്, വലിയ പ്രതിഫലമുണ്ട്. എന്നാൽ ആളുകൾ അതൊക്കെ വിട്ടു അതിനപ്പുറത്തേക്ക് മറ്റു പല ഉംറക്കും ഹജ്ജിനും ഒക്കെ പുറമെ ഇന്നിതാ സ്ത്രീകൾ ടൂറുകൾക്കും മറ്റുമൊക്കെ കൂട്ടത്തോടുകൂടി പോകുകയാണ്. കുറെ സ്ത്രീകൾ ഉണ്ടെങ്കിലും ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടത്തോടുകൂടി, അത് ചിലപ്പോൾ കോളേജ് ക്യാമ്പസുകളിൽ ടൂറുകളുണ്ട്. അവിടെ ആരാണ് മഹ്റമായിട്ടുള്ളത്?
അന്യ പുരുഷന്മാരും അതേപോലെ പുരുഷന്മാരായ അധ്യാപകന്മാരും മറ്റുമൊക്കെ ആയിട്ട് അകമ്പടിയോടുകൂടി മുസ്ലിം സ്ത്രീകൾ ടൂറിനും മറ്റുമൊക്കെ പോകുകയാണ്. തൗഹീദുള്ള യഥാർത്ഥ ദീൻ മനസ്സിലാക്കിയിട്ടുള്ള അത്തരത്തിലുള്ള മാതാപിതാക്കൾ പോലും ഇത്തരം കാര്യങ്ങൾ അവരെ എതിർക്കുകയോ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ കണ്ടിട്ടുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ആ ദീനിന്റെ ആളുകളാണെന്നുള്ള ഇസ്സത്തോടുകൂടി ആ ദീൻ മുറുകെ പിടിക്കുക. എങ്കിൽ ദുനിയാവിലും നിങ്ങൾക്ക് പ്രയാസപ്പെടേണ്ടി വരികയില്ല. നാളെ പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. സഹോദരങ്ങളെ, സ്ത്രീകൾക്കുള്ള പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ അഞ്ചാമത്തേത് ഇർത്തിദാഉൽ ലിബാസ് ശർഈ, ദീൻ കൽപ്പിച്ചിട്ടുള്ള ശരീഅത്തിനോട് യോജിക്കുന്ന വസ്ത്രം അവൾ ധരിക്കുക എന്നുള്ളതാണ്. ശരീരത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും മറച്ചുവെക്കുന്ന, ശരീരത്തിൻ്റെ ആകൃതി വ്യക്തമാകാത്ത വിശാലമായ വസ്ത്രം, അതാണ് ഹിജാബ് എന്ന് പറയുന്നത്. ചിലരെങ്കിലും ഹിജാബ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ശരീരം മുഴുവനും ഏതെങ്കിലുമൊക്കെ രൂപത്തിലൊന്ന് മറച്ചു കിട്ടിയാൽ അത് ഹിജാബായി എന്നാണ്. അല്ല, ഹിജാബ് എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം മറച്ചു വെക്കുന്നതായിരിക്കണം. നിന്റെ ശരീരാവയവങ്ങളുടെ ആകൃതി കാണാത്തതായിരിക്കണം. കുടുസതയുള്ളതാകാൻ പാടില്ല, നേർത്തതാകാൻ പാടില്ല. ശരീരത്തിന്റെ മുഴുവൻ സൗന്ദര്യവും മറച്ചു വെക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രത്തിനെയാണ് യഥാർത്ഥത്തിൽ ഹിജാബ്, മറച്ചു വെക്കുന്നവ എന്ന രൂപത്തിൽ പറയാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജാബിനെ കൽപ്പിച്ചിട്ടുണ്ട്. ഹിജാബ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹൻ നബി, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖുൽ യസ്വാജിക്, താങ്കൾ താങ്കളുടെ ഭാര്യമാരോട് പറയണം, വബനാതിക്, താങ്കളുടെ പെൺമക്കളോടും പറയണം, വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഭാര്യമാരോടും പറയണം, ഖിയാമത്ത് നാൾ വരെയുള്ള സത്യവിശ്വാസിനികളായ മുഴുവൻ ആളുകളോടും പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ അവർ പറയണം. ദാലിക അദ്നാ അയ്യുറഫ്ന ഫലാ യുഅ്സൈൻ വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അവർ തിരിച്ചറിയപ്പെടാനും അവർ പതിവ്രതകളാണ്, നല്ല സ്ത്രീകളാണ് എന്ന് തിരിച്ചറിയപ്പെടാനുള്ള അടയാളമാണ് അവൾ ഹിജാബ് ധരിക്കുക എന്നുള്ളത്. ഫലാ യുഅ്സൈൻ, അങ്ങനെ ഹിജാബ് ധരിച്ചാൽ അവൾ ശയപ്പെടുകയില്ല. അതാണ് അവൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അള്ളാഹു ഏറ്റവും നന്നായി പൊറുക്കുന്നവനും അങ്ങേറ്റം കാരുണ്യമുള്ളവനുമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. സഹോദരങ്ങളെ, ഈ ആയത്തിനെ കുറിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം തഫ്സീർ ചെയ്യുന്നത് കാണാം. അമർ അല്ലാഹു നിസാഅൽ മുഅ്മിനാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സ്ത്രീകളോട് കൽപ്പിച്ചിരിക്കുന്നു, അവൾ എന്തെങ്കിലും ഒക്കെ ആവശ്യത്തിന് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോവുകയാണെങ്കിൽ അൻ യുഗത്തീന വുജൂഹഹുന്ന മിൻ ഫൗഖി റൂസിഹിന്ന ബിൽ ജലാബീബ്, തലയിൽ നിന്ന് തുടങ്ങുന്ന ജിൽബാബ് കൊണ്ട് അവൾ അവളുടെ മുഖം മറക്കേണ്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൽപ്പിച്ചിരിക്കുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം വളരെ കൃത്യമായി പറയാൻ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സ്ത്രീകളുടെ ഹിജാബ് എന്ന് പറഞ്ഞാൽ അവളുടെ സൗന്ദര്യം അടങ്ങുന്ന മുഖം ഉൾപ്പെടെയുള്ള മുഴുവൻ ഭാഗങ്ങളും അത് മറക്കേണ്ടതാണെന്നുള്ളതാണ്. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മൻ ജറ സൗബഹു ഖുയല ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, ആരെങ്കിലും ഒക്കെ അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചേച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവനെ തിരിഞ്ഞു നോക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്ത്രീ ചോദിക്കുന്നു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഫകൈഫ യസ്നഅന അൻ-നിസാഅ ബിദുയൂലിഹിൻ, അപ്പോൾ സ്ത്രീകൾ എങ്ങനെ, സ്ത്രീകളുടെ വസ്ത്രം അത് നെര്യാണിക്ക് താഴെയല്ലേ, സ്ത്രീകളുടെ വിഷയം എന്താണ് റസൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുർഖീന ശിബ്റ, എങ്കിൽ ഒരു ചാണ് നെര്യാണിൽ നിന്നും താഴെ സ്ത്രീകൾ ഒരു ചാണ് താഴേക്ക് നീട്ടിക്കൊള്ളട്ടെ. അവർ പറഞ്ഞു, ഇദൻ തൻകശിഫു അഖ്ദാമുഹുൻ, എങ്കിലും അവളുടെ കാൽപാദങ്ങൾ അപ്പോൾ വെളിവാകുമല്ലോ. നിര്യാണിൽ നിന്ന് ഒരു താഴെ മാത്രമാണ് സ്ത്രീ ധരിച്ചിട്ടുള്ളെങ്കിലും കാൽപാദങ്ങൾ വെളിവാകുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അളവ് നൽകുന്നു, ഫയുർഖീനഹു ദിറാഅ ലാ യസ്ന അലൈഹി, എങ്കിലൊരു മുഴം അവർ താഴ്ത്തിക്കൊള്ളട്ടെ, നിര്യാണിൽ നിന്ന് ഒരു മുഴം താഴ്ത്തിക്കൊള്ളട്ടെ, അവരുടെ കാലിന്റെ ഒരു ഭാഗം പോലും അത് കാണിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, കാലാണോ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത്, അതല്ല ഒരു സ്ത്രീയുടെ മുഖമാണോ? ഒരു സ്ത്രീയുടെ മുഖം കണ്ടാലാണോ, അതല്ല ഒരു സ്ത്രീയുടെ കാല് കണ്ടാലാണോ ആളുകൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തുക? അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക, സ്ത്രീകൾ മുഖം മറക്കുക എന്നുള്ളതിൽ പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായമേ ഉള്ളൂ. ഒന്ന്, അത് നിർബന്ധമാണ്. തെളിവുകളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്വഹാബികളുടെ തഫ്സീറും അല്ല, നമ്മുടെ ഉമ്മമാർ മുഴുവനും അവരെല്ലാം മുഖം മറച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ മുഖം മറച്ചിരുന്നു. സ്വഹാബി വനിതകളിൽ ബഹുഭൂരിപക്ഷവും
മുഖം മറച്ചിരിക്കുന്നു, ഒറ്റപ്പെട്ടു ഒന്നോരോ സന്ദർഭങ്ങളല്ലാതെ സ്വഹാബി സ്ത്രീകൾ മുഖം തുറന്നിട്ടതായി യാതൊരു രേഖയുമില്ല, തെളിവുമില്ല. അതുകൊണ്ട് ഈ ഉമ്മത്തിൽ ഏറ്റവും കുലീനരായ ആളുകൾ ചെയ്തിരുന്ന ആ രൂപത്തിൽ മുഖം മറക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നൊരു ഭാഗം പണ്ഡിതന്മാർ പറയുന്നു. രണ്ടാമത്തെ ഭാഗം പറയുന്നത് ഏറ്റവും മുസ്തഹബ് മറക്കലാണ്, ഏറ്റവും നല്ലത് മറക്കൽ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. എങ്കിൽ നിങ്ങൾ അഥവാ തുറന്നാൽ അതിൽ കുറ്റമില്ല എന്ന അഭിപ്രായമാണ് രണ്ടാമത്തെ പണ്ഡിതന്മാർ പറയുന്നത്. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ, ചില ആളുകളോട് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഏതോ വിഭാഗം പണ്ഡിതന്മാർ മുഖം മറക്കേണ്ടതില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. മുഖം മറക്കുക എന്ന് പറയുന്നത് എന്തോ തീവ്രതയാണെന്ന് ഏതോ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെയാണ്. സഹോദരങ്ങളെ, വല്ലാഹി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു ആലിമും പറഞ്ഞിട്ടില്ല സ്ത്രീകൾ മുഖം മറക്കുക എന്നുള്ളത് അത് തീവ്രതയാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. സ്ത്രീകൾ മുഖം മറക്കുക എന്നുള്ളത് അത് അതിര് കവിച്ചലാണെന്നും ഒരാളും പറഞ്ഞിട്ടില്ല. മറിച്ച് അവർക്കുള്ള അഭിപ്രായം ഇത്രമാത്രമാണ്: അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യമാണ്, അത് ഉപേക്ഷിച്ചാൽ കുറ്റം കിട്ടും, അത് വാജിബാണെന്നുള്ള അഭിപ്രായം. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് പറയുന്ന അഭിപ്രായം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും അവരിൽ പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫിത്നകൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ആ സ്ത്രീകൾ അപ്പോൾ മുഖം മറക്കേണ്ടതാണെന്നാണ്. ശൈഖുൽ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം സ്ത്രീകൾ മുഖം മറക്കേണ്ടതില്ല, മുഖം മറക്കൽ നിർബന്ധമില്ല എന്ന അഭിപ്രായക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യമാർ മുഖം മറക്കുന്നത് കണ്ടപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ഫത്വ മുഖം മറക്കൽ നിർബന്ധമല്ല എന്നാണല്ലോ, നിങ്ങളുടെ സ്ത്രീകളതാ മുഖം മറക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അത് ഫത്വയാണ്, ഇത് തഖ്വയാണ്, ഇത് സൂക്ഷ്മതയാണ്. ഫത്വയിൽ അങ്ങനെ തന്നെയാണ്, എനിക്ക് തെളിവുകളിൽ നിന്നും ബോധ്യപ്പെട്ടത് സ്ത്രീകൾ മുഖം മറക്കൽ നിർബന്ധമില്ല എന്നാണ്. പക്ഷെ കൂടുതൽ സൂക്ഷ്മത മുഖം മറക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ മുഖം മറക്കുക എന്നുള്ളത് ഏറ്റവും പ്രതിഫലാർഹമായ കാര്യമാണ്, അതല്ലെങ്കിൽ അത് നിർബന്ധമാണ് എന്നുള്ളതാണ് ഏറ്റവും ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായി അറിയുന്നവനാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, കാന റുക്ബാനു യമുറൂന ബിനാ വനഹ്നു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹ്രിമാ, ഞങ്ങൾ ഇഹ്റാമിലായിരിക്കെ തവാഫ് ചെയ്യുന്ന വേളയിൽ ഇങ്ങനെ മുഹ്രിമായിരിക്കുക, ഇങ്ങനെയുള്ള വാഹനയാത്രക്കാരും മറ്റുമൊക്കെ അങ്ങനെ ആ തവാഫ് ചെയ്യുന്ന വേളയിൽ അവരിങ്ങനെ പോകും. ഇഹ്റാമിലുള്ള സ്ത്രീകൾ നിക്കാബ് ഉപയോഗിക്കുകയില്ലല്ലോ, അങ്ങനെ ഞങ്ങൾ മുഖം മറക്കാതെയാണുള്ളത്. അങ്ങനെ അനിജ്ഞ പുരുഷന്മാർ ഞങ്ങളുടെ അടുക്കലേക്ക് എത്തുന്ന സമയത്ത് തലയിൽ നിന്നും ഞങ്ങളുടെ ജിൽബാബ് ഞങ്ങൾ അതെന്ത് ചെയ്യും, ഞങ്ങളുടെ മുഖത്തേക്കിടും. അന്യപുരുഷന്മാർ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അത് തുറക്കുകയും ചെയ്യും എന്ന് പറയുകയാണ്. സഹോദരങ്ങളെ നോക്കൂ, ഇഹ്റാമിലായിരിക്കെ പോലും അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ മുഖം മറച്ചിരുന്നു, മറ്റു ഭാര്യമാർ മുഖം മറച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുണ്ട്. വനഹ്നു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ കൂടെ അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ അവർ മുഖം മറക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കുക. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെല്ലാം തന്നെ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിനു ശേഷം മുഖം മറച്ചിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒരു യുദ്ധവേളയിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ നഷ്ടപ്പെട്ട സമയത്ത് എല്ലാവരും മുന്നോട്ട് പോയി. ആയിഷ റളിയല്ലാഹു അൻഹയുള്ള വാഹനം അത് അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി. പിന്നീട് അദ്ദേഹം വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചു നോക്കാൻ സഫ്വാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അദ്ദേഹത്തിന് ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, വകാന റആനി ഖബ്ല അൽ ഹിജാബ്, ഞാൻ ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഞാൻ ആയിഷയാണെന്ന് മനസ്സിലായത്. ഫഹമ്മർതു വജ്ഹി ബിജിൽബാബി, അദ്ദേഹത്തെ കണ്ട ഉടനെ തന്നെ ഞാൻ എന്റെ മുഖം ജിൽബാബ് കൊണ്ട് മറച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉമ്മത്തിൽ ഏറ്റവും നല്ലവരായ സ്ത്രീകൾ, നമ്മുടെ ഉമ്മമാർ, സലഫു സാലിഹീങ്ങൾ, അവരെല്ലാവരും തന്നെ മുഖം മറക്കുന്നവർ തന്നെയാണ്. അത് നിർബന്ധമാണോ അതല്ലെങ്കിൽ സുന്നത്താണോ എന്ന വിഷയത്തിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അതുകൊണ്ട് ഏറ്റവും ഖൈറായ കാര്യം നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഈ പറയുന്ന സ്ത്രീകളുടെ മര്യാദകളെല്ലാം തന്നെ പാലിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലാ യകൂന ശബീഹൻ ബിമാ യൽബസുഹു റിജാൽ, പുരുഷന്മാരോടൊപ്പമുള്ള സാദൃശ്യമുള്ള വസ്ത്രങ്ങൾ അവർ ധരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇന്നിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആണിനെ പോലെയുള്ള പാൻസും മറ്റുമൊക്കെ ധരിച്ച്, ഷർട്ടും മറ്റുമൊക്കെ ധരിച്ചാണ് ഒരുപാട് സ്ത്രീകളുള്ളത്. അവർ ധരിച്ചിരിക്കുന്ന അതോടൊപ്പം തന്നെ തലമറക്കുന്ന ഒരു സ്കാഫ് ഇട്ട് കഴിഞ്ഞാൽ, ഒരു കളർ സ്കാഫ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണ ഹിജാബുള്ള സ്ത്രീയായി എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പുരുഷന്മാർ ധരിക്കുന്നത് പോലെയുള്ള പാന്റുകളും ഷർട്ടുകളും ധരിച്ചുകൊണ്ട് നീ തലയിൽ ഒരു തട്ട കെട്ടിയാൽ നീ നിന്റെ ഹിജാബ് പൂർത്തിയാക്കി എന്ന് നീ വിചാരിക്കേണ്ടതില്ല. നീ കുറ്റക്കാരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ നീ കുറ്റക്കാരിയാണ്. അതുകൊണ്ട് അവരെ പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. അതേപോലെ തന്നെ സഹോദരങ്ങളെ, അല്ലാ യമസ്സഹു തയ്യിബ്, പുറത്തേക്ക് ഇറങ്ങുന്ന സ്ത്രീകൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമ്റഅത്തിൻ ഇസ്തഅതറത്, ഏതൊരു സ്ത്രീയാണോ അത്തർ പൂശിക്കൊണ്ട്, സുഗന്ധം പൂശിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നത്, ഫമറത് അലാ ഖൗമിൻ ലിയജിദു മിൻ റീഹിഹാ,
അവൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് അവളുടെ വാസന ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഫഹിയ സാനിയ, അവളുടെ വിചാരണയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. വളരെ ഗൗരവത്തിലുള്ള കാര്യമാണ്. അവർക്ക് ആ സ്ത്രീയോട് ആകർഷണം തോന്നുന്ന, ആ സ്ത്രീയോട് അടുപ്പം തോന്നിക്കുന്ന കാര്യമാണ് ഇത്തരം കാര്യങ്ങളെന്നാണ്. അതുകൊണ്ട് അലങ്കാരം തോന്നിപ്പിക്കുന്ന, ഭംഗി തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ സഹോദരിമാരെ നിങ്ങൾ അത് ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് അത്തരം പെൺകുട്ടികളോട് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എത്രയോ പെൺകുട്ടികൾ മുമ്പൊന്നും പതിവില്ലാത്ത രൂപത്തിൽ കൈലിത ഈ രൂപത്തിൽ ലിപ്സ്റ്റിക്കുകളും അതുപോലെയുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സുകളും കൊണ്ട് നടക്കുകയാണ്. യാതൊരു എളുപ്പമില്ലാതെ അന്യപുരുഷന്മാരുടെ മുന്നിൽ തന്നെ അത് ധരിക്കുകയും അന്യപുരുഷന്മാരുടെ മുന്നിൽ അതുകൊണ്ട് നടക്കുകയും ചെയ്യുന്നു. സഹോദരിമാരെ, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക, ഈ ദുനിയാവ് എന്ന് പറയുന്നത് പെട്ടെന്ന് കടന്നു പോകുന്ന കാര്യമാണ്. ഇന്നുള്ള യുവത്വം അത് നിനക്കില്ലാതായി പോകും. നീ എത്രയും പെട്ടെന്ന് നീ യുവതികൾ എന്നുള്ള അവസ്ഥയിൽ നിന്നും നീ വൃദ്ധകളായി തീരുന്നതാണ്. പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹുലേക്ക് നീ മടങ്ങി ചെല്ലേണ്ടതാണ്. എപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ മടക്കി വിളിക്കുക എന്ന് നിനക്കറിയുകയില്ല. അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൽപ്പകൾക്കെതിരായിട്ട് നീ ജീവിക്കുകയും അതിലായി നീ മരണപ്പെടുകയും ചെയ്താൽ നാളെ പരലോകത്ത് നിന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഓരോ സ്ത്രീയും മനസ്സിലാക്കണം. മാതാപിതാക്കളെ, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് പാലിച്ചത്? ഈ അമാനത്തായി നൽകിയ മക്കളുടെ വിഷയത്തിൽ എന്തേ നിങ്ങൾ കൃത്യമായി അതിന്റെ അതിർവരമ്പുകൾ പറഞ്ഞു കൊടുത്തില്ല, പഠിപ്പിച്ചു കൊടുത്തില്ല, ശ്രദ്ധിച്ചില്ല എന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങൾക്ക് പറയാനുണ്ടാകുക? അതുകൊണ്ട് സഹോദരിമാരെ, ഈ വിഷയങ്ങൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുകയും അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിൽ ഇസ്സത്ത് കാണുന്ന നല്ല ഉമ്മത്തീങ്ങളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ കുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.